അന്നത്തിനും പഞ്ഞമില്ല, സ്വർണത്തിനും പഞ്ഞമില്ല, മഞ്ഞിലിൽ കരുണയ്ക്കാണ് പഞ്ഞം സഹോദരരെ, മഞ്ഞിലിൽ കരുണയ്ക്കാണ് പഞ്ഞം. അന്നത്തിനും പഞ്ഞമില്ല, സ്വർണത്തിനും പഞ്ഞമില്ല, മഞ്ഞിലിൽ കരുണയ്ക്കാണ് പഞ്ഞം സഹോദരരെ, മഞ്ഞിലിൽ കരുണയ്ക്കാണ് പഞ്ഞം. ഇല്ലാത്തോൻ കൈനീട്ടിയാൽ വല്ലതും കൊടുക്കും അവൻ. ഇല്ലാത്തോൻ കൈനീട്ടിയാൽ വല്ലതും കൊടുക്കുന്നവൻ, ഇല്ലാത്തോൻ കൈനീട്ടിയാൽ വല്ലതും കൊടുക്കുന്നവൻ. അല്ലാഹുവിൽ പ്രിയദാസൻ സഹോദരരെ, അല്ലാഹുവിൽ പ്രിയദാസൻ സഹോദരരെ. ഒരു കാലത്ത് കഥാപ്രസംഗ വേദിയിൽ നിറഞ്ഞു നിന്ന തൃക്കുളം കൃഷ്ണൻകുട്ടിയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. 1972 സ്റ്റേജിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. 2014 ഈ കഥാപ്രസംഗ വേദിയിലുള്ള ഈ നിറഞ്ഞ ആട്ടം നിർത്തിയത്. നിങ്ങള് എന്ന് മുതലാണ് കലാജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത്? ഞാൻ ഏകദേശം ഒരു 8-10 വയസ്സിൽ ഈ മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട് A.T. മുഹമ്മദ് എന്ന് ഒരാളുണ്ടായിരുന്നു തിരുവനന്തപുരം. അദ്ദേഹം നല്ല കാലത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ ഈ കല്യാണത്തൊക്കെ മാപ്പിളപ്പാട്ടിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഈ രംഗത്ത് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിനോട് കല്യാണ വീടുകളിൽ പാടി തുടങ്ങി. അതെ, കല്യാണ വീട് പാട്ട് കച്ചേരി അത് പറയാം. അവിടെ ഹാർമോണിയം ഒരു തവല വെച്ചിട്ട് ആ പാട്ട് കച്ചേരിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ആദ്യം ഈ രംഗത്ത് വന്നത്. അങ്ങനെ പിന്നെ അങ്ങനെ മാപ്പിളപ്പാട്ട് കല്യാണത്തിൻ്റെ പാട്ട് പാടി, അങ്ങനെ പിന്നെ ചില കൊല്ലോട്ടൊക്കെ പാടി, അങ്ങനെ ചില കൊല്ലോട്ടിലൊക്കെ പാടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1972 വേങ്ങര സഖാവ് ബാപ്പു എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, നല്ല ഒരു കലാകാരൻ. അദ്ദേഹം ഞാനും കൂടി ഇരുന്നിട്ട് കഥാപ്രസംഗ രംഗത്ത് ഒരു പരിപാടി ആരംഭിച്ചാണെന്ന് ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ കഥാപ്രസംഗം എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് ഈ നമ്മളെ ഈ സർക്കാർ, കേരള സർക്കാർ അന്ന് അക്ഷരവേദിയിലായിരുന്നു മുഖ്യമന്ത്രി. അത് അരിക്ഷാമുള്ള കാലമാണ്. പ്രദേശങ്ങളിലൊക്കെ പച്ചരിയാണ്. പച്ചരി പരിമിതമായ പച്ചരി ഇട്ടിട്ട് അതൊന്നും ജനങ്ങൾക്ക് എത്തിപ്പെടാതെ ജനങ്ങളെല്ലാം നിരാശപ്പെട്ട കാലത്താണ് സർക്കാർ ഇന്ദിരാഗാന്ധിയെ കണ്ടിട്ട് നല്ലരി വാങ്ങാൻ ഒരു ശ്രമം നടത്തി ഒരു ദൗത്യം സംഘടിപ്പിച്ചു ഡൽഹിയിൽ. ആ കഥയുടെ പേരും ഡൽഹി ദൗത്യം. ഡൽഹി ദൗത്യം. അതായത് അരിക്ക് വേണ്ടി, നല്ലരിക്ക് വേണ്ടി പോവാൻ കേരളത്തിലെ പ്രതിപക്ഷ ഭരണകക്ഷിക്കാർ. അത് സഖാവ് ബാപ്പു, വേങ്ങര ബാപ്പു കഴിച്ചാൽ അദ്ദേഹം നല്ലൊരു സാഹിത്യകാരൻ. ആ സമയത്ത് നിങ്ങൾക്ക് എത്ര പ്രായം ഉണ്ടായിരുന്നു? അത് എനിക്കൊരു 10-20 ആ പ്രായത്തിലാണ് ചെയ്തത്. പിന്നീട് ആ സ്റ്റേജ്, ഒരുപാട് സ്റ്റേജുള്ളത്. അതെ, അത് 1972 ആ 72-73 കാലത്താണ് ഈ റേഷൻകളിൽ പച്ചരി, അത് പരിമിതമായിട്ട് പച്ചരി ജനങ്ങളത് വാങ്ങി വന്ന് മടുത്തു വലിയ ഘട്ടത്തിലാണ്. അങ്ങനെയാണ് അന്ന് ഭരിച്ചിരുന്ന അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നല്ലരി വാങ്ങാൻ വേണ്ടി ഡൽഹിക്ക് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കാണാൻ വേണ്ടി പോയത്. അതിൻ്റെ ആ യാത്രയുടെ പേര് ഡൽഹി ദൗത്യം ഉണ്ടായിരുന്നു. ഡൽഹി ദൗത്യം. പിന്നെ വന്ന കഥകൾ ഏതൊക്കെയാണ്? അതിന് ശേഷം വന്നത് ഡൽഹി ദൗത്യത്തിന് ശേഷം വന്ന കഥകൾ നമുക്ക് അതിൻ്റെ ഒരു ലിസ്റ്റിൻ്റെ കയ്യിലുണ്ട്. തിരുവങ്ങാടി എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരുവങ്ങാടിക്കാരനാണ്. A.V. മുഹമ്മദ് അവരുമായിട്ടുള്ള ബന്ധം? A.V. മുഹമ്മദ് പിന്നെ ഗായകനായിരുന്നു. അദ്ദേഹം പിന്നെ മൈസൂർ ഒരു ഹോട്ടലിൽ വെയിറ്ററായിരുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിൽ വന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ പാടാനൊക്കെ തയ്യാറായിരുന്നു. അങ്ങനെ അന്ന് ഞാനവരെ പാടുകയും ചെയ്യും, തബല വായിക്കുകയും ചെയ്യും. അപ്പോൾ A.V.ന്റെ പാട്ടിനൊക്കെ തബല വായിച്ച് A.V.യൊക്കെ ഞാൻ തമ്മിലൊക്കെ വലിയ സ്വഭാവത്തിലുള്ള ഉണ്ടാക്കിയൊരു കാലമാണ്. A.V. മുഹമ്മദ് പാട്ടുകാരനായി, നല്ല പാട്ടുകാരനാണ്, നല്ല സ്വഭാവക്കാരനാണ്, നല്ല മനുഷ്യനാണ്. ഞാൻ A.V.യോട് വലിയ ബന്ധമുണ്ട്. A.V.ന്റെ ഗായകനോടൊക്കെ ഞാൻ എത്തിക്കൂടിയാൽ A.V.ന്റെ കൂടെ പാട്ട് പാടാൻ പോകാറുണ്ട്. A.V. നമ്മുടെ A.V. നമ്മുടെ സംഘത്തിലാണ് ഞാൻ. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് പിന്നെ ഒരു ഉണിക്കാട്ട് ശൈതന്യവാക്കാൻ ഒരാളുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ്. നല്ല ഓട്ടക്കാരൻ, നല്ല മനസ്സിലായി. അദ്ദേഹം ഓട്ടമൊക്കെ വെച്ച് ഇങ്ങനെ തലപ്പനായ ഒരു സ്വഭാവത്തിൽ ആകുന്നുണ്ട്. അദ്ദേഹം തൃശ്ശൂർപ്പള്ളിയിൽ ഹോട്ടൽ വെച്ച് അത് തകർന്ന് പൊളിഞ്ഞു പോയി വന്നിട്ട്
തിരുവങ്ങാടി KT മുഹമ്മദ് തന്നെ പാട്ട് എഴുതുന്ന ഒരാളുണ്ട്. മാപ്പിള പാട്ട് എഴുതുന്നത് അയാൾ നിരവധി പാട്ടുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. ആ KT മുഹമ്മദുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ ഉളിക്കാട്ട് ശരീരക്ക എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവചരിത്രം പോലെ ഒരു പാട്ട് എഴുതി. ആ പാട്ടാണ് ബിസ്മി അബ്ദുൽ സലാത്തും പിണ്ടതിൽ പിന്നെ ബന്ധുരു കുഞ്ചിയ ദുആ എഴുന്നേടുന്ന എന്നുള്ള പാട്ട്. ആ പാട്ട് AVനെ കൊണ്ട് ഞാൻ മദ്രാസിൽ വെച്ചിട്ട് കൊളംബിയ സ്റ്റുഡിയോ എന്നാണ് കളിയിട്ടത്. അന്ന് ബാബുരാജാണ് കൊളംബിയ സ്റ്റുഡിയോയുടെ ഡയറക്ടർ. അപ്പൊ ഈ ബിസ്മി അബ്ദുൽ സലാത്തും പിണ്ടതിൽ പിന്നെ ബന്ധുരു കുഞ്ചിയ ദുആ എഴുന്നേടുന്ന ആ പാട്ട് പ്രസിദ്ധമായി. സിംഗപ്പൂരാണ് ആ റെക്കോർഡ് ഓടിയത്. അന്ന് പ്ലേറ്റാണ്. അതിന് ഏവി ഞാൻ വലിയ പന്തേന് AV AT ഞങ്ങളുടെ കൂട്ടിയാണെങ്കിൽ കല്യാണത്തിന് പോവാം. പാട്ടൊക്കെ ഞാൻ തവര വായിക്കും പാടും ചെയ്യും. അങ്ങനെയാണ് AV ആയിട്ടുള്ള ഏവി അദ്ദേഹം മനസ്സിലായിരുന്നു. അതിന്റെ സഹകരണമായിരുന്നു. അങ്ങനെ ഏവിയുടെ കൂടെ ഒരുപാട് വേദികൾ പോയിട്ടുണ്ട്. ഒരുപാട് വേദികൾ. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോയിരുന്നത്? പിന്നെ ഏവിന്റെ കൂടെ ഈ പ്രദേശത്തുള്ള കല്യാണത്തിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞാനും AT മുഹമ്മദും പിന്നെ പള്ളിക്കത്തേരു മൊയ്തീനും കൂടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ മിക്കവാറും മലയാളികൾ സ്ഥലത്തൊക്കെ പോയി കച്ചേരി. AT മുഹമ്മദിന്റെ കൂടെ മാപ്പിളപ്പാട്ട് കച്ചേരിയാണ്. മറ്റേ ഹിന്ദി പാട്ടൊക്കെ കയറ്റിയൊക്കെ പാടും. നല്ല ഹിന്ദി പണ്ഡിതനായിരുന്നു. ഹിന്ദി ഉറുദു മുതൽ 5-6 ഭാഷ പഠിച്ച ആളായിരുന്നു AT മുഹമ്മദ്. നല്ല ഗായകനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഈ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും അവിടെ സംസ്ഥാനത്ത് പോയിട്ട് അവിടെ മലയാളികളെ സംഘടിപ്പിച്ചിട്ട് മലയാളികൾക്ക് വേണ്ടി ഒരു ഗാനമേളയൊക്കെ സംഘടിപ്പിച്ചു. അപ്പൊ AV മുഹമ്മദ് ഖാന്റെ കൂടെ ഈ പാട്ട് പാടി നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടുകൾ പാടി നടക്കുന്ന സമയത്ത് കഥാപ്രസംഗമായിട്ട് ബന്ധമില്ല. അത് 72-ലാണ് ഈ കഥാപ്രസംഗം വരുന്നത്. അതിന് മുമ്പുള്ള കാലത്താണ് മാപ്പിളപ്പാട്ട് AV AT ഒരു അന്ന് മാപ്പിളപ്പാട്ടുകൾ കൂടുതൽ എഴുതുന്ന ആരായിരുന്നു? KT മുഹമ്മദ് എന്ന് പറഞ്ഞ തിരങ്ങാടി നല്ല പാട്ടുകളുണ്ട്. നമ്മളെ മോയിൻകുട്ടി വൈദ്യർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നന്നായിട്ട് മാപ്പിളപ്പാട്ട് എഴുതിയ ഒരാളായിരുന്നു തിരങ്ങാടി KT മുഹമ്മദ്. അയാളാണ് ആ ബിസ്മി അഹമ്മദ് സലാത്തും. പിന്നീട് നിങ്ങൾ കഥാപ്രസംഗ വേദിയിലേക്ക് 72-ലാണ്. പിന്നെ കഥാപ്രസംഗ വേദിയിലാണ് കൂടുതൽ കാലം. 72 മുതൽക്ക് ഇപ്പൊ ഈ അരിക്ക് പോയ കഥ കാണാൻ ഡൽഹിയിലോട്ട്. കഥാപ്രസംഗ കാലത്തുള്ള ഒരു അനുഭവങ്ങൾ എന്തൊക്കെയാണ്? കഥാപ്രസംഗ കാലത്തുള്ള അനുഭവം 72, 73, 74 ഒരു 6-5 മാസമാണ് ഒഴിവ്. കാരണം കഥ എഴുതാൻ. ഈ കഥ എഴുതിയിട്ട് സഖാവ് പാലോളി പരിശോധിക്കും. പാലോളിയെ തിരുത്തി വീണ്ടും ഞങ്ങൾ അത് തിരുത്തി എഴുതിയിട്ടാണ് ഈ കഥ അവതരിപ്പിക്കുക. ഈ കഥ രാഷ്ട്രീയ കഥയായിട്ട് കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ കലാകാരികൾ മാറ്റം വരുന്ന രാഷ്ട്രീയ നേതൃത്വം കൂട്ടിയാക്കണം. അതിന്റെ കഥാപാത്രങ്ങളെ കൊണ്ടാണ് ഈ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത്. ഒരു വീരാങ്കാക്ക, മുഹമ്മദ് ഒക്കെ പറഞ്ഞിട്ട് രാമൻ ഒക്കെ പറഞ്ഞ ആളുകളെ കൊണ്ടാണ് ഇത് കഥ. ഒരാളെ എഴുതി തന്നു കഴിഞ്ഞാൽ ഇതിലേക്കുള്ള പാട്ടുകൾ ആരാ എഴുതി തരാം? പാട്ടുകൾ ബാപ്പു, സഖാവ് ബാപ്പു, വേങ്ങര ബാപ്പു, ഞാനും കൂടി എഴുതും. സംഗീതം പ്രത്യേക സംഗീതം വേണ്ടല്ലോ. പാടിപ്പതിഞ്ഞ മാപ്പിളപ്പാട്ടിന്റെയും അന്ന് പ്രചാരത്തോടെ സിനിമാകാലത്തിന്റെയും അടിസ്ഥാനത്താണ് ഈ പാട്ട് ഇരിക്കുക. അതുകൊണ്ട് സംഗീതത്തിന് വേറെ ആവശ്യമില്ല. പിന്നെ എന്റേതായിട്ടുള്ള ഒരു കഴിവ് അനുസരിച്ച് എന്റെ കൂട്ടത്തിൽ ഹാർമോണിസ്റ്റൊക്കെ ഭാഗവതന്മാരും കഴിവുള്ള ആളുകളെ ഉണ്ടായിരുന്നു. അവരൊരു കഴിവും കൂടി ഒരുപാട് രാഷ്ട്രീയ സാമൂഹിക പ്രസക്തിയുള്ള കഥകളാണ് നിങ്ങൾ പാട്ടും ചേർത്തുകൊണ്ട് കഥാപ്രസംഗമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഇതല്ല, മാറ്റം വരുന്ന സംഭവങ്ങൾ ഈ കഥയെ കൂട്ടിച്ചേർക്കണം. മാറ്റം വരുന്ന രാഷ്ട്രീയ സംഭവങ്ങൾ ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ ജില്ലാ കമ്മിറ്റിയിൽപ്പെട്ട സഖാവ് പാലോളിൽ പരിശോധിക്കണം. അയാൾ അദ്ദേഹം കാണണം. അദ്ദേഹത്തിന് അനുവാദമാണ്. അപ്പോഴാണ് കറക്റ്റ് ചെയ്ത് പോവാം. ഈ കഥാപ്രസംഗം അവതരിപ്പിക്കുമ്പോൾ രസകരമായ അനുഭവങ്ങൾ എന്താണുള്ളത്? രസകരമായ അനുഭവങ്ങൾ പിന്നെ ഇപ്പൊ നമ്മളെ കഥ പറയുമ്പോൾ നമ്മളെ അടുത്ത് നിൽക്കുന്ന കൂട്ടർ നമ്മളെ ആൾക്കാർ സ്റ്റേജിന്റെ കുറച്ച് വിട്ടുള്ള ആൾക്കാർ നമ്മുടെ അനുഭവമുള്ള കൂട്ടർ, ദൂരത്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ എതിരാളികൾ. അങ്ങനെ നമ്മൾ കാണേണ്ടത്. പിന്നെ അവരെ മുഖഭാവം, അവരുടെ സ്വഭാവം, അവർ ഈ കഥ ആസ്വദിക്കൊണ്ടൊക്കെ ഈ കലാകാരനായി ഞാൻ മനസ്സിലാക്കണം. പിന്നെ പല സ്ഥലത്തുനിന്നും പല ഭാഗത്തുനിന്നും ഈ ഒറ്റയ്ക്കൊറ്റക്കുള്ള ഏറ് സ്റ്റേജിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിഗംഭീരമായ ഏറ് വന്ന് ഇടിക്കുന്നതാണ്. ഇല്ല 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 സ്റ്റേജ് ആയതുകൊണ്ട് മുമ്പിൽ മൈക്കൊക്കെ ആയതുകൊണ്ട് ശരീരത്തിൽ കയ്യിലുണ്ടല്ലോ കല കയ്യിൽ. അപ്പൊ അങ്ങനെ ചില ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചില ഇതൊക്കെ വരും. അതൊന്നും ഇപ്പൊ നമ്മളിങ്ങനെ പ്രതിഫലിക്കാൻ പാടില്ലാത്താണ്. ചില എതിർപ്പുകളുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ കഥ പരിശോധിക്കും, പാട്ട് പരിശോധിക്കും. സ്പോണ്ടേനിയസ് ആയിട്ട് കഥ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഈ ഇടവേള സമയങ്ങളിലൊക്കെ തമാശകളൊക്കെ പറയില്ല. ഇടവേള സമയത്ത് നമ്മളെ കുറച്ച് ഗായകരുണ്ടല്ലോ. ഹാർമോണിസ്റ്റ്, തബലിസ്റ്റ്, ഗിറ്റാറിസ്റ്റ്, അങ്ങനെ ടൈമർ ഒക്കെ അവരെ പാട്ടുകാരുണ്ട്.
അവര് ഇടവേള സമയത്ത് അവരുപയോഗപ്പെടുത്തും. ഞാൻ ചോദിച്ചാൽ അതല്ല, നിങ്ങൾ കഥ പറയുന്ന സമയത്ത് ഒരുപാട് തമാശകൾ കൊണ്ടുവരാറുണ്ട്. അത് ആ പ്രാദേശിക ലെവലോ അല്ലെങ്കിൽ അന്നുണ്ടായ ഏതെങ്കിലും രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളോ കൊണ്ടുവരാറുണ്ട്. അതങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതും സ്ക്രിപ്റ്റിലുള്ളതായിരിക്കും? അല്ലല്ല, അത് എന്റെ സ്വാഭാവികമായ ഒരു അഭിപ്രായത്തിലാണ് അത് അവതരിപ്പിക്കുക. അതാണ് ഞാൻ, അതാണ് വിക്രം കൃഷ്ണൻകുട്ടി. അത് ആ സന്ദർഭത്തിൽ എങ്ങനെയാ തോന്നുക, എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് അപ്പൊ തോന്നുന്നത്. വളരെ സരസമായിട്ട് കഥ അവതരിപ്പിക്കുന്ന കൃഷ്ണൻകുട്ടിയാണ് ഞാനൊക്കെ ചെറുപ്പത്തിൽ. എവിടുന്നാണ് ഈ ഇത്ര നർമ്മം കിട്ടിയത്? എവിടുന്നാണ് അത്? ഞങ്ങള് തൃക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ കുട്ടിക്കാലത്ത് അവിടെ അമ്പലപ്പള്ളി പ്രദേശത്ത് കുറെ സാഹിത്യകാരന്മാരും തമാശക്കാരും നല്ല കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരെന്റെ വലിയ ജ്യേഷ്ഠൻ, അവരൊക്കെ ചർച്ചകളും കാര്യങ്ങളൊക്കെ കുറെ, അതൊക്കെ അതിപ്പോ നമുക്ക് പറയാൻ പാടില്ലാത്ത കുറെ രസങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവരെ നിരവധി കഥകളുണ്ട്, അവര് പഴയ കഥകൾ, പുതിയ അതിൽ നിന്നൊക്കെ പഠിച്ച ചില അവശേഷങ്ങൾ എന്റെ മനസ്സിലേക്ക് തങ്ങാണല്ലോ. അതാണ് ഈ സംസാരിക്കുമ്പോൾ കഥ പറയുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അറിവ്. അതാണ് പഴയ അറിവ്, പഴയ അങ്ങനെയാണ് പറയുക. പിന്നെ കുറെ വായനയും ഒക്കെയായിട്ടുള്ള ഇതുണ്ട്, കുറെ വായന, കുറെ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, പിന്നെ അങ്ങനെയൊക്കെയുള്ള അനുഭവം കൊണ്ടാണ്. എന്താണെന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റും. കഥ പറയുമ്പോഴേ അതെങ്ങനെ ഒന്നും പറയാൻ പറ്റുള്ളൂ. ആ സമയത്ത് അങ്ങോട്ട് അവരെന്താണ് വായന എങ്ങനെയാണ്? വായന ഞാനിപ്പോ ഇത് പുസ്തകമാണ്, ഈ പുസ്തകം നിരന്തരമായി വായന തന്നെയാണ്. വായന കൂടുതൽ ഞാനത് വരുന്നത്. പാർട്ടിയിൽ ഒരുപാട് നേതാക്കളുമായിട്ട്, പ്രത്യേകിച്ചും പഴയകാല EMS നമ്പൂതിരിപ്പാട് അടക്കമുള്ള ആളുകളുമായിട്ടുള്ള ബന്ധമുണ്ടാവും. ആ ബന്ധങ്ങളൊക്കെ എങ്ങനെ? EMS നമ്പൂതിരിപ്പാടായിട്ട് ബന്ധമുണ്ട്. അതായത് കഥ ഡൽഹി ദൗത്യം എന്ന കഥ വേങ്ങര അവതരിപ്പിച്ച്, വേങ്ങര ടൗണിലാണ് അവതരിപ്പിച്ചത്. അപ്പൊ അതിനൊക്കെ ഡൽഹി ദൗത്യം അവതരിപ്പിച്ച ശേഷം വേങ്ങര ഒരു പ്രത്യേക ഒരാളിനെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മാളിക മുകളിലേക്ക് ക്ഷണിച്ചു. എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാം. അദ്ദേഹം നമ്മുടെ പാർട്ടിക്കാരനല്ല, നമ്മുടെ എതിർ പാർട്ടിക്കാരനാണ്. അപ്പൊ അവിടെ പോയിട്ട് ഇങ്ങനെ പോയപ്പോൾ ഞാൻ ആ മാളിക മുകളിൽ കയറിപ്പോയി. ഇപ്പോൾ അടിയുള്ള ജനങ്ങളൊക്കെ തീരുമാനിച്ചു തോടുകൂടി ശരിയായിരുന്നു കൊണ്ടുപോയാളാണ്. അങ്ങനെ അവർ കാത്തിരിക്കുക കാലത്ത്. അപ്പൊ ഞാൻ ഒന്നും പരിക്കൊന്നും പറ്റാതെ തിരിച്ചു വന്നു. അപ്പൊ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെട്ടു. അതിന്റെ രാഷ്ട്രീയക്കാരല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് ഞാൻ തമാശയായിട്ട് ഈ സ്റ്റേജിൽ അവതരിപ്പിച്ച്. അതിനുള്ള സന്തോഷം കൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത് സ്വീകരിച്ചാൽ. അപ്പൊ അതിന് മേലപ്പോ അദ്ദേഹത്തിന് എന്നോട് എന്തൊക്കെയാ വേണ്ടത് ചോദിച്ചു. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ സ്വീകരണമൊക്കെ ഞാൻ. നേതാക്കന്മാരായിട്ടുള്ള ബന്ധം, പാർട്ടി നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം, നായനാര്, പിന്നെ ബിച്ചവ ഒക്കെ കഥകൾ, ബിച്ചവ, നായനാര്, MA ബേബി ഒക്കെ നമ്മുടെ സെക്രട്ടറി, MA ബേബി, പിന്നെ കണാറൻ, അവരൊക്കെ നേരിട്ടുള്ള ബന്ധമാണ്. നേരിട്ട ബന്ധം, നേരിട്ട് കണാറൻ. EMSന്റെ സ്റ്റേജാണ് തിരൂര്. ഈ EMS പ്രസംഗിച്ചാൽ, EMS പ്രസംഗിച്ച് 10 മണിക്ക് പ്രസംഗിക്കും എന്ന് പറഞ്ഞാൽ 10 മണിക്ക് ആള് പോകും, ഒരോളം ആള് പോകും. ആ 10 മണി EMS പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ ആരും പ്രസംഗില്ല, അതുകൊണ്ട് ആൾ തിരിഞ്ഞു വരാം. ഏതെങ്കിലും നേതാക്കന്മാരായിട്ടുള്ള നേരിട്ടുള്ള അനുഭവങ്ങളുടെ ഓർമ്മകൾ എന്താ പങ്കുവെക്കാനുള്ളത്? നിരവധി ഓർമ്മകൾ പങ്കുവെക്കാനുണ്ട്. അത് ഇപ്പൊ അതെങ്ങനെ പറഞ്ഞപ്പോ DYFന്റെ ഒരു സംസ്ഥാന സമ്മേളനം നടന്നു മഞ്ചേരി. അപ്പൊ DYFന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഈ DYFന്റെ ഈ പ്രചരണത്തിന് മുമ്പിൽ ഞങ്ങളൊരു ഗാനമേളയിലാവും പ്രകടനം. ആ പ്രകടനത്തിന് മുമ്പിൽ ഗാനമേള നടത്തി തിരിച്ച് വന്നപ്പോ അന്ന് യുഗം മഞ്ചേരി നടക്കുകയാണ്, ഒരു സമ്മേളനം നടക്കുക. ആ സമ്മേളനത്തിൽ അഖിലേന്ത്യാ നേതാക്കൾ സംസാരിച്ചാണ്ട്. ആ അഖിലേന്ത്യാ നേതാക്കൾക്ക് സംസാരിച്ചിട്ട് വേണം വിമാനത്തിൽ പോകാൻ. കറക്റ്റ് ടൈമാണ്. അപ്പൊ ഈ സ്റ്റേജിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഖാവ്, അദ്ദേഹം പഠിച്ച അദ്ദേഹത്തിന് ഈ അവിടെ നടന്ന ഗാനമേളയെ പറ്റി വലിയൊരു അഭിപ്രായം ഉണ്ടായില്ല. അപ്പൊ കൃഷ്ണൻകുട്ടി ഒന്ന് പാടുന്ന ആൾക്ക് തോന്നലുണ്ടായി. അപ്പൊ മൈക്കിൽ വിളിച്ച് പറഞ്ഞു കൃഷ്ണൻകുട്ടി ഉടനെ സ്റ്റേജിൽ എത്താമെന്ന്. അങ്ങനെ ഞാൻ ആ പ്രകടനത്തിന് വന്നപ്പോൾ സ്റ്റേജിൽ കയറി പാട്ട് തുടങ്ങി. പാട്ട് തുടങ്ങിയപ്പോഴാണ് ഈ നമ്മുടെ സഖാവിന്റെ പേര് നിർത്തടോ, പാട്ട് നിർത്തി. അത് പറഞ്ഞു. അങ്ങനെ വലിയ ശാസ്ത്രത്തിൽ വലിയ പ്രതികാരമായി അയാൾ നിർത്താൻ പറഞ്ഞല്ലോ. അപ്പൊ എന്തായിരുന്നു പറഞ്ഞാൽ അവിടെ അഖിലേന്ത്യാ നേതാക്കളുണ്ട്, അവർക്ക് വിമാനത്തിൽ പോകേണ്ട സമയത്തായതുകൊണ്ടാണ് ഞാൻ നിർത്താൻ പറഞ്ഞത്. അപ്പൊ അത് വലിയ പ്രശ്നമായി. പിന്നെ ഈ നേതാവ് പിന്നെ പോയ സ്ഥലത്ത് തന്നെ പോയിട്ട് ചോദിച്ചു. ഞാൻ എന്ത് പറഞ്ഞു, സഖാവ് നായനാറാണ്. ഏകദേശം എത്ര കഥകൾ അവതരിപ്പിച്ചിട്ടുണ്ടാവും? ഞാന് പിന്നെ 42 കഥകളാണ്. 42 കഥകളാണ് ഈ കാലയളവിൽ. 42ാമത്തെ കഥയാണ് ഈ 2 2 അല്ല 6 സ്റ്റേജ്. അത് 2014 ഈ മോഡി അധികാരത്തിൽ വന്നു. ആ അവസരത്തിൽ അവതരിപ്പിച്ചത്. ഈ പിന്നെ 40ൽ പരമുള്ള കഥാപ്രസംഗങ്ങളുടെ സ്ക്രിപ്റ്റ് ഇപ്പൊ എവിടെയുള്ളത്? സ്ക്രിപ്റ്റ് ഇപ്പൊ നമ്മളെ കുറെ സ്ക്രിപ്റ്റിന്റെ രേഖകള്
നമ്മുടെ നിലമ്പൂര് ഒരു ഇതുണ്ടല്ലോ അക്കാദമി ഉണ്ട് സർക്കാരിന്റെ വക അയമ അവിടെ ഉണ്ട് കുറെ ആ ഇതിലുണ്ട് രഞ്ജനുണ്ട് കുറെ എൻ്റെ കയ്യിലുണ്ട് ആ സ്ക്രിപ്റ്റൊന്നും പാട്ടില്ല പിന്നെ ഇതൊക്കെ ഇതിന്റെ ഡിജിറ്റൽ രൂപത്തിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഡിജിറ്റൽ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇത് എവിടേക്കോ ഉണ്ടാവണമെന്നുണ്ട്. ഇപ്പൊ ഇത് ഈ അന്ന് ഒരുപാട് കാസറ്റുകളൊക്കെ ആ കാസറ്റാണ് ഇതൊക്കെ. ഈ കാസറ്റ് അൽഫാ മുഹമ്മദ് ആണ് ആളിറക്കിയത്. മുഹമ്മദ് ആ കാസറ്റുകൾ പിന്നെ CD-യിലേക്ക് മാറി. CD മാറി. പിന്നെ ഇപ്പൊ MP3 ആയിട്ടോ അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാവണം. ഇതിന്റെ കൂടെ CD-കളെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ല. ഉണ്ട്. പക്ഷെ ഇത് ധാരാളുണ്ട്. CD-കൾ ധാരാളുണ്ട്. അപ്പൊ അതൊക്കെ കാസറ്റുകളാണ്. അധികം CD-കളുണ്ട്. പക്ഷെ അതൊന്നും ഓർമ്മയിലില്ല. ആ ഓർമ്മയിലില്ലാത്തൊരു കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ഓർമ്മ പോകാനുള്ള കാരണം തലത്തിറക്കി എനിക്ക് കണ്ടുപിടിക്കാം. 2020 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് എന്തായിരുന്നു ആ അനുഭവം? അത് ഒരു സന്തോഷകരമായ അനുഭവമല്ലേ. അക്കാദമിയിൽ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല കലാകാരൻ അംഗീകരിച്ചു അതിന്റെ അർത്ഥം. അപ്പൊ ഇതൊക്കെ വലിയ സന്തോഷം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കല അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറത്തോ? കേരളത്തിന് പുറത്ത് പിന്നെ 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 അബുദാബി, ദുബായ്, പിന്നെ ഷാർജ അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഈ കൂടുതലായിട്ടും ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുള്ളത് രാഷ്ട്രീയപരമായ കഥകളാണ്. അതല്ലാത്തൊരു കഥ ഉണ്ടായിരുന്നു. ഫോറിൻ എന്ന് പറയും. ഭയങ്കര ഒരു 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 കുടുംബത്തിൽ പെട്ട ഒരു വ്യക്തി ആൾക്കാരനാ ഫോറിൻ. ആ കഥ പിന്നെ ഞാനും ബാപ്പോഴും എഴുതിയിട്ടത് ഒരു വ്യക്തി ഒരു കുടുംബത്തെ സംബന്ധിച്ചുള്ള കഥ, അനുഭവ കഥ. അത് ഞങ്ങൾ എഴുതി പിന്നെ ഭയങ്കര അത് ഫോറിൻ ഒരു വ്യക്തിയിലാണെന്ന് മനസ്സിലായപ്പോൾ എതിർപ്പൊക്കെ വന്നു. എതിർപ്പ് വന്നു. പിന്നെ അത് അങ്ങനെ ഞങ്ങൾ അതിന്റെ പിൻഭാഗം അതിന്റെ അവസാന ഭാഗം ഒന്ന് മാറ്റി. ആ കഥയുടെ പേരായിരുന്നു ഫോറി. അതായത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇവിടുന്ന് പിന്നെ ഗൾഫ് പോയിട്ട് കോടീശ്വരനായി തിരിച്ചു വന്ന് ആദ്യമായി ചെയ്ത അയാളെ ഭാര്യനെ ഒഴിവാക്കൽ. അതിന്റെ പേരാണ് ഫോറി. അത് ഒരു ചായ കച്ചവടക്കാരൻ്റെ നേരത്താണ്. അപ്പൊ ഇയാള് ദുബായി പോയി വന്ന് കോടീശ്വരനായി. അപ്പൊ ആദ്യത്തെ ഭാര്യനെ കുട്ടനെ ഒഴിവാക്കി. അതിന്റെ ഒരു വല്ലാത്ത ചരിത്ര. അത് ആരാണ് കഥ എന്ന് വേങ്ങരയൊക്കെ അത് അറിഞ്ഞപ്പോ അവര് ഒരു എതിർപ്പുണ്ടായി. ഈ കഥാതലത്തിന് ഞങ്ങൾ സമ്മതിച്ചതാണ്. സംഭവിച്ചാൽ ഞങ്ങൾ തടുക്കും പറഞ്ഞു മാറി. സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ എടുക്കുന്നുണ്ട്. രണ്ട് ഭാഗങ്ങൾ. പിന്നെ ഞങ്ങൾ അതിന്റെ അവസാനം മാറ്റി. ആ കഥ മദ്രാശി അവതരിപ്പിച്ചു. അതിന്റെ ശേഷം മദ്രാശി അവതരിപ്പിച്ച അത് സിനിമക്കാരൊന്നും കൂടിയത്. പിന്നെ എത്തിയും സിനിമയിൽ കുറെ വന്നു. ആ സിനിമയുടെ ഭാഗം, കഥയുടെ ഭാഗം. അത് വളരെ വികാരപരമായ കഥയാണ്. നേരത്തെ റേഡിയോ ആർട്ടിസ്റ്റായിരുന്നു ഇവിടെ കോഴിക്കോട്. ഭീകരയുടെ ആർട്ടിസ്റ്റ് ആയിരുന്നു. അതെ, ഭൂരിപക്ഷത്തിൽ ആർട്ടിസ്റ്റ് റേഡിയോയിൽ എന്തൊക്കെ പരിപാടി അവതരിപ്പിച്ചിരുന്നു എനിക്ക് ഓർമ്മയില്ല. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന റേഡിയോ ആർട്ടിസ്റ്റായിരുന്നു വഞ്ചൂക്കാണ്ട് കുഞ്ഞാലി മഞ്ചൂരി. അവിടുത്തെ കോഴിക്കോട്ട് പഠിച്ച ആളാണ്. അന്നത്തെ കാലത്ത് ഇവിടുത്തെ ഒരു പിന്നെ കലാവേദികളൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ തിരുവരങ്ങാട്? കലാവേദി ആദ്യം കലാവേദി തുടങ്ങുന്നത് ചമ്മാട് പീപ്പിൾസ് ആർട്സ് ക്ലബ് ഒരു ക്ലബായിരുന്നു. അവിടെ ഒരു നാടകം, എന്റെ ജ്യേഷ്ഠൻ കളിക്കുന്ന നാടകം, അപ്പക്കുട്ടൻ കുറച്ച് ആൾക്കാർ നാടകം അഭിനയിച്ച് ആദ്യത്തെ നാടകം പിന്നെ എനിക്ക് നല്ല മനസ്സിലാവും നോക്കും നാടകമായിരിക്കും എനിക്ക് തോന്നുന്നത്. അത് ചമ്മാട് സ്കൂളിന്റെ പരിസരത്തേക്ക് ഒരു അതിന്റെ റിഹേഴ്സലൊക്കെ നടത്തി. റിഹേഴ്സൽ കാണാൻ വേണ്ടി ചമ്മാന്റെ കുറെ ആൾക്കാർ വന്നു. അപ്പൊ അവര് പറഞ്ഞു നാടകമൊക്കെ നല്ല നാടകമാണ്, പക്ഷേ ഇത് നടത്തിയാൽ അടിച്ചു കൂടെ ഞങ്ങൾ വിളിക്കുന്നു. അതുകൊണ്ട് ആ നാടകം അവതാരിപ്പിച്ചു. പിന്നെ ഞങ്ങൾ നാടകമായിട്ട് പോയിട്ട് അരിയൻ വെൽഫെയർ ഗ്രൗണ്ടിലാണ് ചെമ്മാട്. അവിടെയാണ് പിന്നെ നാടകങ്ങളൊക്കെ നിരവധി നാടകങ്ങൾ. അവിടെ പിന്നെ അമ്പലപ്പടിന് അപ്പുറത്താണ് ഞങ്ങൾ പിന്നെ നിരവധി നാടകങ്ങൾ അവിടെ ഞങ്ങൾ പിന്നെ തൃക്കുളം കലാസമിതി എന്നുള്ള പേരിൽ അങ്ങനെ ആ നാടകം. പിന്നെ കോഴിക്കോട് ഗോപിനാഥ് ഒരുപാട് ആൾക്കാരെ കലാകാരന്മാരെ കൊണ്ടാണ്. ഈ കലാജീവിതത്തിലേക്ക് പാട്ട് പാടുന്നൊക്കെ എന്നാണ് തോന്നിയത്? എത്രാമത്തെ പ്രായത്തിൽ എങ്ങനെയാണ് ഈ പാട്ട് ജീവിതത്തിലേക്ക് പാട്ട്? ഞാൻ കുട്ടിക്കാലത്തെ കല്യാണം ഞാൻ പറഞ്ഞത് തിരുവുരങ്ങാടി. വീട്ടിൽ അച്ഛനെയും അമ്മയൊക്കെ പാടാൻ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു? ഇല്ല, അച്ഛൻ എന്റെ കുട്ടിക്കാലത്തെ മരിച്ചുപോയി. ഒരു 1-1.5 വയസ്സ് കണ്ട ഓർമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വളർത്തുന്നത്. അത് രണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു കോടീശ്വരന്റെ മകനായി ജനിച്ച ഞാൻ, പിന്നെ അവിടെ എന്റെ അച്ഛന്റെ പേര് അവൻ നാട്ടിലെ മാപ്പിളമാനി എന്നാ വിളിക്കുക. കാരണം മാപ്പിളമാര് മുസ്ലിങ്ങളെ കൂട്ടായിരുന്നു അച്ഛനെ കൂലിക്കളി, അതേമാതിരി മാപ്പിള കലാകാരനാണ്. അപ്പോ അവിടുത്തെ പ്രമാണിമാരായ നായന്മാർക്ക് അച്ഛനെ വലിയ ഇഷ്ടമില്ല.
അപ്പൊ അതുകൊണ്ട് അച്ഛനെ മാപ്പിളമാനി എന്നാ വിളിക്കാം, മാപ്പിളമാനി കൂട്ടിയില്ല. അപ്പൊ ഞാനവിടെ ജനിച്ചപ്പോൾ വളർന്നൊക്കെ ഈ പിന്നെ കാര്യമായ ഭക്ഷണം കാര്യം സഹായിച്ചൊക്കെ അവിടുത്തെ മുസ്ലിങ്ങളാണ്. അവിടുത്തെ പന്താരങ്ങാടി കരിവറമ്പ് മണ്ണ് മുസ്ലിം പ്രമാണികളാണ്. അതൊക്കെ മറക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ പല സംഭവമുണ്ട്. എന്നെ ഒരാൾ പേപ്പറാണ്ട് അടിച്ചിട്ട് അതിനെ ഏതായിട്ട് വലിയൊരു പനി ചെയ്താൽ പിന്നെ നാട്ടിൽ വന്നോക്കെ. അപ്പൊ അങ്ങനെയാണ് ഞാനിവിടെ വളർന്നത്. അച്ഛനെ പണക്കാരനായിരുന്നു. അച്ഛൻ്റെ ചില അത് പൊളിഞ്ഞ് തകർന്ന് അങ്ങനെയാണ് ഈ വളർന്നു വരുന്നത്. അങ്ങനെയാണ് തിരങ്ങാടി ഏറ്റുമ്പോൾ കുഞ്ഞുമാമ്പും ഒക്കെ ഈ മാപ്പാപ്പാട്ടിനെ പോകുന്നത്. അങ്ങനെയാണ് ഈ കലാരംഗത്ത് വരുന്നത്. ഓക്കെ, റേഡിയോ ആർട്ടിസ്റ്റ് ആയിരുന്നു, കഥാപ്രസംഗ വേദിയിലുണ്ട്, മാപ്പിളപ്പാട്ട് പാടിയിരുന്നു, നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയുടെ പോലെ ഏതൊക്കെ സിനിമയിലാണ് അഭിനയിച്ചത്? ആദ്യം അഭിനയിച്ച പട്ടാളം. പട്ടാളം മമ്മൂട്ടിന്റെ പട്ടാളം, ചാന്തുപൊട്ട്, നീലത്താമ്പര, ക്ലാസ്മേറ്റ്, നരൻ. പിന്നെ പിന്നെ ലാൽജോസിന്റെ പടത്തിലാണ് കൂടുതൽ. ലാൽജോസും ഇവിടെ വന്നിരുന്നു തിരുവനന്തപുരം. ലാൽജോസും ആദ്യം പട്ടാളത്തിലാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പിന്നെ ലാൽജോസ് എനിക്ക് ഒരു പരസ്യം പണം തന്ന പരസ്യത്തിൽ ഞാൻ പോയില്ല. അതെങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? ലാൽജോസ് മുഖാന്തരാണോ? ലാൽജോസ് അതുപോലെ തിരുവരെ ഒരു ആളായിരുന്നു പട്ടാളം കഥ എഴുതിയത്. അപ്പൊ അയാൾ മുഖാന്തരം ലാൽജോസിനെ പരിചയപ്പെട്ടു. അങ്ങനെ ലാൽജോസ് എന്നെ വിളിച്ചിട്ടാണ് ഈ പട്ടാള സിനിമ വലിയ ഒരു ചെറിയൊരു ഭാഗമുണ്ട്. പിന്നെ ചാന്തുപൊട്ട്, നീലത്താമ്പര, ക്ലാസ്മേറ്റ്, അങ്ങനെ നിരവധി സിനിമകളിലൊക്കെ അഭിനയിച്ചു. പിന്നെ ഞാൻ സിനിമയിൽ പോയില്ല. സിനിമ ഉപേക്ഷിക്കാൻ കാരണം പിന്നെ കുറെ ആൾക്കാർ ബന്ധപ്പെട്ടല്ലോ. അതിന്റെ അകമായിട്ട് ബന്ധപ്പെട്ടു. സിനിമയുടെ അകത്തുകൂടി വന്നു. സിനിമയുടെ അകത്തുകൂടി പരിചയപ്പെട്ടാൽ പിന്നെ എനിക്കത് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടായി. അത് ബാക്കി ഞാൻ പറയുന്നില്ല. ഓക്കെ, അത് പറയണ്ട. പിന്നെ നമുക്ക് ഒന്ന് രണ്ട് പാട്ടൊന്ന് പാടി തന്ന സന്തോഷമായിരിക്കും. ഒരു പഴയ കാലത്ത് പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉള്ള ഒരു കാലഘട്ടത്തിൽ പിന്നെ മനുഷ്യസ്നേഹം ഉയർന്ന ഭാവത്തിലായിരുന്നുണ്ടായിരുന്നു. വലിയ പരസ്പര അന്വേഷണവും ഇതൊക്കെ ഈ ഭക്ഷണം കഴിച്ച വലിയതൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. റസൂലിന്റെ ഒന്നുണ്ടല്ലോ, ആഴ്ച കൂട്ടിയാലും ഭക്ഷണം എടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമുദായത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അന്നത്തെ ഒരു കാരുണ്യവും ഒരു മനസ്ഥിതിയും സ്നേഹവും അന്വേഷണവും ഒക്കെ ഉള്ള ഒരു കാലഘട്ടം എത്രയോ മാറി ഇവിടെ വന്നു. അപ്പോ നമ്മളെ ഒരു ഇന്ത്യൻ ചെയ്ത ഒരാള് ഒരു പാട്ട് എഴുതി നിലമ്പൂരി ആൾക്കാരനാണ് തോന്നുന്നത്. ഓർമ്മയില്ല, പേര് മറന്നുപോയി. അപ്പൊ ആ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്, ഇന്നത്തെ അവസരം. അപ്പോ പഴയ നന്നാവുന്ന കഴിയില്ല. ആ പാട്ട് കുറെ വരികൾ പാടാം. അപ്പൊ അല്ലേ, അന്നത്തിനും പഞ്ഞമില്ല, സ്വർണത്തിനും പഞ്ഞമില്ല, മഞ്ഞിലിൽ കരുണയ്ക്കാണ് പഞ്ഞം സഹോദരരെ, മഞ്ഞിലിൽ കരുണയ്ക്കാണ് പഞ്ഞം. അന്നത്തിനും പഞ്ഞമില്ല, സ്വർണത്തിനും പഞ്ഞമില്ല, മഞ്ഞിലിൽ കരുണയ്ക്കാണ് പഞ്ഞം സഹോദരരെ, മഞ്ഞിലിൽ കരുണയ്ക്കാണ് പഞ്ഞം.